കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയും കോൺഗ്രസിൻ്റെ നേതാവുമായിരിക്കുന്ന ശ്രീ വി ഡി സതീശൻ്റെ ബൈബിൾ പ്രഭാഷണങ്ങൾ സോഷ്യൽ മീഡിയയിൽ കാര്യമായ തരംഗം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. ക്രൈസ്തവ വാട്സപ്പ് ഗ്രൂപ്പുകളിലും വലിയ തോതിലുള്ള സ്വീകാര്യതയാണ് ശ്രീ വി ഡി സതീശൻ്റെ ബൈബിൾ പ്രഭാഷണങ്ങൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരുപക്ഷെ കേരളത്തിലെ മുഖ്യധാരാ പ്രഭാഷകർക്ക്, ധ്യാനഗുരുക്കന്മാർക്കും വചനപ്രഘോഷകർക്ക്, പാസ്റ്റർമാർക്ക് അവർക്ക് ലഭിക്കുന്നതിലേറെ പ്രചാരം, സ്വീകാര്യതയും ശ്രീ വി ഡി സതീശൻ്റെ ബൈബിൾ പ്രഭാഷണങ്ങൾക്ക് ലഭിക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ അത് അതിശയോക്തിയാവുകയില്ല എന്നുള്ളത് സത്യമാണ്. എന്തുകൊണ്ടായിരിക്കാം എന്നുള്ളതാണ് ഈ വീഡിയോയിൽ പരിശോധിക്കുന്നത്. ആദ്യമേ തന്നെ പറയട്ടെ, ഇതൊരിക്കലും ശ്രീ വി ഡി സതീശൻ്റെ രാഷ്ട്രീയമോ വ്യക്തിത്വത്തെയോ പരിശോധിക്കലല്ല ലക്ഷ്യം. ധ്യാനഗുരുക്കന്മാരുടെയോ മുഖ്യധാര ബൈബിൾ പ്രഭാഷകരുടെ, ക്രൈസ്തവ മേഖലയിൽ നിന്നുള്ള മുഖ്യധാര ബൈബിൾ പ്രഭാഷകരുടെ വചനപ്രഘോഷണവും ശ്രീ വി ഡി സതീശൻ്റെ ബൈബിൾ പ്രഭാഷണങ്ങളും താരതമ്യം ചെയ്യുക ഈ വീഡിയോയുടെ ലക്ഷ്യമല്ല. അതുകൊണ്ട് ദയവ് ചെയ്ത് തെറ്റിദ്ധരിക്കരുത്. മറിച്ച് ഇവർ രണ്ടുപേരും കൊടുക്കുന്ന ഊന്നൽ എന്താണെന്നുള്ളതാണ്. ഒപ്പം അമേരിക്കയിൽ വെടിയേറ്റ് മരിച്ച ചാർലി കിർക്കിൻ്റെ ബൈബിൾ പ്രഭാഷണങ്ങളും ഈ മൂന്നെണ്ണത്തിനെ ഒന്ന് കമ്പയർ, ഇവർ മൂന്ന് പേരും കൊടുക്കുന്ന ഊന്നലുകളെക്കുറിച്ച് പറയുകയാണ് ലക്ഷ്യം. ഒരിക്കലും വ്യക്തിപരമല്ല, കമ്പാരിസനല്ല, ഏത് മെച്ചമാണെന്നുള്ള ചിന്തയുമല്ല എന്നുള്ളത് വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറയട്ടെ. അല്ലെങ്കിൽ പറയുന്നത് എന്താണ്, എന്തിനു വേണ്ടിയാണെന്നുള്ളത് ക്യാച്ച് ചെയ്യാതെ പോകുന്നത് കൊണ്ടാണ് അത്രയും ഊന്നി പറഞ്ഞത്. ഇവിടെ ശ്രീ വി ഡി സതീശൻ്റെ ബൈബിൾ പ്രഭാഷണങ്ങൾ കഴിയുമ്പോൾ അവിടെ അവശേഷിക്കുന്നത് വചനത്തിൻ്റെ, ദൈവത്തിൻ്റെ, ബൈബിളിൻ്റെ ശക്തിയാണ്. ദ പവർ ഓഫ് ദ വേർഡ് ഓഫ് ഗോഡ് ഈസ് വാട്ട് റിമെയിൻസ്. എല്ലാം എടുത്തു നോക്കിയാൽ നമുക്കറിയാം. ഞാൻ വചനം വായിച്ചു, ഞാൻ പ്രതിസന്ധിയിലായിരുന്നു, അപ്പോൾ ഞാൻ ബൈബിൾ തുറന്നു, എൻ്റെ പ്രതിസന്ധിയിൽ ബൈബിൾ എന്നെ ശക്തിപ്പെടുത്തി. ഇതാണ് ഒട്ടുമിക്ക ശ്രീ വി ഡി സതീശൻ്റെ പ്രഭാഷണങ്ങളുടെയും രക്തചുരുക്കം. അപ്പം ട്രാൻസ്ഫോമിംഗ് പവർ, എംപവറിംഗ് പവർ ഓഫ് ദ ഗോസ്പൽ ഈസ് പ്രീച്ച്ഡ് ബൈ ശ്രീ വി ഡി സതീശൻ, ഹൈലൈറ്റഡ് ബൈ ശ്രീ വി ഡി സതീശൻ. വചനത്തിൻ്റെ വ്യക്തിപരമായി മാറ്റുന്നതും പരിവർത്തനം കൊണ്ടുവരുന്നതും ശക്തിപ്പെടുത്തുന്നതുമായ അനുഭവമാണ് അദ്ദേഹം പങ്കുവെക്കുന്നത്. എന്നാൽ മുഖ്യധാര ക്രൈസ്തവ നേതാക്കളുടെ പ്രഭാഷണങ്ങൾ കേൾക്കുമ്പോൾ അവിടെ വ്യക്തിപരമായ ആരാധന, അറിവ്, അനുഭവം, ഭക്തി, വരദാനങ്ങൾ, രോഗശാന്തികൾ, അത്ഭുതങ്ങൾ, അടയാളങ്ങൾ, ഇങ്ങനെ ക്രിസ്തുവിനെ അറിയുക, ആരാധിക്കുക, ഈ രീതിയിലേക്ക് ഫോക്കസ് ചെയ്ത് നമുക്ക് കാണാൻ സാധിക്കും. ഇത് രണ്ട് ഫോക്കസുകളാണ്. ഏത് ശരി, ഏത് തെറ്റ് എന്നുള്ളതല്ല. ഓരോരുത്തർക്കും അവനവന് ഇഷ്ടമുള്ള രീതിയിൽ ദൈവത്തെ സമീപിക്കുവാനും കാണുവാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. രണ്ടാമതൊരു കാര്യം, ശ്രീ വി ഡി സതീശൻ്റെ ബൈബിൾ വായനയ്ക്ക് ശേഷം അദ്ദേഹം ഏത് മേഖലയാണോ തിരഞ്ഞെടുത്തിരിക്കുന്നത് ആ മേഖലയിൽ ശക്തിപ്പെട്ട് മുമ്പോട്ട് പോകുവാനും അവിടെ ഇൻഫ്ലുവൻസ് ചെയ്യാനും അദ്ദേഹത്തിന് സാധിക്കുന്നു. ഇപ്പുറത്ത് വരുമ്പോഴോ കൂടുതൽ ദൈവത്തോട് സ്നേഹമുണ്ടാകുന്നു, പ്രാർത്ഥനയിൽ ലയിക്കുന്നു, ആരാധനയുണ്ടാകുന്നു, ഭക്തി ഉണ്ടാകുന്നു, വ്യക്തിപരമായ തലത്തിലേക്ക് നീങ്ങുകയാണ്, കമ്പാർട്ട്മെൻറ്റായി മാറുകയാണ്. അപ്പോൾ ഇനി ചാർലി കിർക്കിലേക്ക് പോയാലോ? ചാർലി കിർക്കിൻ്റെ പ്രഭാഷണങ്ങൾ ക്യാമ്പസുകളിലടക്കം കടന്നു ചെന്നുകൊണ്ട് ക്രിസ്ത്യാനിറ്റി ഒരു ജീവിത ശൈലിയാണ് എന്ന് ഉറക്കെ അദ്ദേഹം പറയുകയാണ്. സമൂഹത്തിൻ്റെ, രാഷ്ട്രത്തിൻ്റെ മുഖ്യധാരയിൽ നിന്നും മാറി നിൽക്കേണ്ട ഒന്നല്ല. വിവാഹത്തെ സംബന്ധിച്ച്, കുട്ടികളെ സംബന്ധിച്ച്, സെക്ഷനെ സംബന്ധിച്ച്, മാതാപിതാക്കളെ സംബന്ധിച്ച് ഞാൻ ഓർക്കുന്ന ഒരിക്കൽ ചാർലി കിർക്കിനോട് ഒരു പെൺകുട്ടി ചോദിക്കുകയാണ്, എൻ്റെ മാതാപിതാക്കൾ തമ്മിൽ വഴക്കിലാണ്, അവർ വേർപിരിഞ്ഞു, ഞാൻ രണ്ടുപേരെയും സ്നേഹിക്കുന്നു, പക്ഷേ അവർ രണ്ടുപേരും കൂടിച്ചേരാത്ത വിധം വേർപിരിഞ്ഞ് നിൽക്കുകയാണ്. അപ്പോൾ ഇത്തരം മാതൃകയല്ലാത്ത മാതാപിതാക്കളോട് ഞാൻ എന്ത് ചെയ്യണം? അവിടെ ചാർലി കിർക്കിൻ്റെ മറുപടി ഇങ്ങനെയായിരുന്നു, ബൈബിൾ പറയുന്നു നിൻ്റെ മാതാപിതാക്കളെ മാനിക്കുക, രണ്ടുപേരെയും നീ മാറി മാറി വിസിറ്റ് ചെയ്യണം, രണ്ടുപേരെയും കേൾക്കാൻ നീ സമയം കണ്ടെത്തണം, കാലക്രമത്തിൽ ദൈവം പ്രവർത്തിച്ചു കൊള്ളും. അങ്ങനെ ജീവിതത്തിൻ്റെ സമസ്ത മേഖലയുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ചാർലി കിർക്ക് വചനത്തെ വ്യാഖ്യാനിക്കുന്നത്. അപ്പോൾ അവിടെ സാമൂഹികമായ ഒരു ഇൻഫ്ലുവൻസ്, സ്വാധീനമുണ്ടാകുന്നു. ശ്രീ വി ഡി സതീശൻ്റെ പ്രഭാഷണങ്ങളോ വ്യക്തിപരമായി ശക്തിപ്പെടുന്നു, മാറ്റമുണ്ടാകുന്നു, ധൈര്യം സംഭരിക്കുന്നു, താൻ തിരഞ്ഞെടുത്ത രാഷ്ട്രീയ മേഖലയിൽ കുതിച്ച് മുമ്പോട്ട് പോകാനുള്ള ശക്തിയായി മാറുന്നു. എന്നാൽ മുഖ്യധാര പ്രഭാഷണങ്ങളോ ഭൂരിപക്ഷ പ്രഭാഷണങ്ങളും ഭക്തിയുടെ ആഴമേറിയ തലങ്ങളിലേക്ക്, അറിവിൻ്റെ തലങ്ങളിലേക്ക് പോവുകയാണ്. അപ്പോൾ ഇവിടെ എന്ത് സംഭവിക്കുന്നുവെന്നല്ലേ, ഭക്തിയുടെയും അറിവിൻ്റെയും തലങ്ങളിലേക്ക് മാത്രം ക്രിസ്ത്യാനിറ്റി ഒതുങ്ങുമ്പോൾ മുഖ്യധാരയിൽ ക്രിസ്ത്യാനിറ്റി അപ്രത്യക്ഷമാവുകയാണ്. യൂറോപ്പിൽ സംഭവിച്ചതുപോലെ, മിഡിൽ ഈസ്റ്റിൽ സംഭവിച്ചതുപോലെ മുഖ്യധാരയിൽ നിൽക്കാനുള്ളതല്ല എന്നുള്ള ചിന്ത കടന്നു വരികയാണ്. വ്യക്തിപരമായ അറിവിലേക്കും അനുഭവത്തിലേക്കും ഒതുങ്ങുന്നതിൻ്റെ അപകടം അതാണ് യൂറോപ്പിൽ സംഭവിച്ച പ്രധാന കാരണങ്ങളിലൊന്ന്. അത് മാത്രമാണെന്നല്ല കേട്ടോ. ഇനി ബൈബിളിലേക്ക് നോക്കിയാൽ ക്രിസ്തുവുമായി കൂടിക്കാണുന്ന എല്ലാ വ്യക്തികൾക്കും മാറ്റമുണ്ടാവുകയാണ്. പത്രോസും
കർത്താവുമായുള്ള കൂടിക്കാഴ്ചയിൽ പത്രോസ് പറയാണ്, ഞാൻ പാപിയാണ്, എന്നിൽ നിന്ന് അകന്നു പോകണം. ജെറുസലേമിൽ നിന്ന് ക്രിസ്ത്യാനികളെ പീഡിപ്പിക്കാനുള്ള അനുവാദവുമായി ഡമാസ്കസിലേക്ക് പോകുന്ന വഴിയിലാണ് പൗലോസ് ക്രിസ്തുവുമായി കൂടിക്കാണുന്നത്. ആ കൂടിക്കാഴ്ച പൗലോസിനെ ഒരു അപ്പസ്തോലനാക്കി സ്ലീഹായാക്കി മാറ്റുകയാണ്. അപ്പോൾ ക്രിസ്തുവുമായി കൂടിക്കാണുന്ന എല്ലാവരുടെയും ജീവിതത്തിൽ ശക്തമായ മാറ്റങ്ങളുണ്ടാകും. അവർ ശക്തമായ സാക്ഷികളായി മാറുകയാണ്. എന്നാൽ ഇവിടെ നമുക്ക് കാണുന്ന ഭക്തർ തലത്തിലേക്ക് മാത്രം ഒതുങ്ങുകയാണ്. എല്ലാ ശിഷ്യരും, അതായത് സാക്ഷികളായി മാറുന്ന എല്ലാവരും ഭക്തർ തന്നെ ആയിരിക്കേണ്ടതാണ്. ഭക്തരെയും ശിഷ്യരെയും തമ്മിൽ വേർതിരിക്കാൻ പറ്റില്ല എന്നുള്ളത് ഞാൻ അംഗീകരിക്കുന്നു. എല്ലാ ശിഷ്യരും ഭക്തരാണ്. പക്ഷേ എല്ലാ ഭക്തരും ശിഷ്യരായി മാറിയാൽ മാത്രമേ ഭൂമിയുടെ ഉപ്പും ലോകത്തിൻ്റെ പ്രകാശവുമായി മാറാൻ സാധിക്കുകയുള്ളൂ. അല്ലെങ്കിൽ വ്യക്തിപരമായി എല്ലാവരും രക്ഷപ്പെടും. വ്യക്തിപരമായ രക്ഷപ്പെടൽ ആവശ്യവുമാണ്. ഇതിനെ ബെനഡിക്ട് മാർപ്പാപ്പയുടെ വാക്കുകളിൽ പറഞ്ഞാൽ, പ്രത്യാശയിൽ രക്ഷ, അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ പറഞ്ഞാൽ, ക്രിസ്തീയ വിശ്വാസം വെറും വ്യക്തിപരമായ അനുഭൂതിയും മാത്രമാണ് എന്ന് നിങ്ങളോട് ആര് പറഞ്ഞുവെന്ന് അദ്ദേഹം നൂറ്റാണ്ടിൻ്റെ ചോദ്യം ബെനഡിക്ട് മാർപ്പാപ്പ ഉയർത്തുന്നു. അപ്പോൾ ഈ 3 പ്രഭാഷണ ശൈലികളെ നോക്കുമ്പോൾ, ക്രിസ്തുവിലേക്കും അപ്പസ്തോലന്മാരിലേക്കും നോക്കുമ്പോൾ കാതലായൊരു വ്യത്യാസം കാണാനുണ്ട്. അതായത് വ്യക്തിപരമായ അറിവിലും അനുഭവത്തിലും എംപവറിങ്ങിലും ട്രാൻസ്ഫോർമേഷനിലും അത് അവസാനിക്കുന്നില്ല. മറിച്ച് അതൊരു കമ്മ്യൂണിറ്റി ലൈഫിലേക്ക് പോവുകയാണ്. അപ്പസ്തോലന്മാരുടെ പ്രബോധനം, അവിടെ കൂട്ടായ്മയുണ്ടാകുന്നു, അപ്പം മുറിക്കുന്നു, പ്രാർത്ഥിക്കുന്നു, പങ്കുവെക്കുന്നു. ഒരു കമ്മ്യൂണിറ്റി ലൈഫിലേക്ക് വരികയാണ്. ഈ കമ്മ്യൂണിറ്റി ലോകത്തെ സ്വാധീനിക്കുകയാണ്. അപ്പോൾ ഈ ഒരു അവസ്ഥയിലേക്ക് വചനപ്രഘോഷണങ്ങളും വചനപ്രബോധനങ്ങളും മാറുന്നില്ല എങ്കിൽ ഞങ്ങൾ അവഗണിക്കപ്പെടുന്നുവെന്ന് കേരളത്തിലെ ക്രൈസ്തവ നേതാക്കളിൽ നിന്നും ക്രൈസ്തവ പക്ഷത്തു നിന്നും ധാരാളം വിലാപങ്ങൾ ഉയർന്നു കേൾക്കുന്നുണ്ട്. സാമൂഹ്യ രാഷ്ട്രീയ മേഖലയിൽ ഞങ്ങൾ അവഗണിക്കപ്പെടുന്നു. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണങ്ങളിലൊന്ന് ബൈബിൾ അപ്പസ്തോലന്മാർ വ്യാഖ്യാനിച്ചു കൊടുത്തതുപോലെ വ്യാഖ്യാനിച്ചു കൊടുത്ത് ക്രിസ്ത്യാനിറ്റി ഒരു ജീവിത രീതിയാണ്, ഒരു സംസ്കാരമാണ്, ഒരു കൂട്ടായ്മയാണ് എന്നുള്ള കൃത്യമായ രീതിയിലേക്ക്, കൂട്ടായ്മയിലേക്ക് എത്തുന്ന രീതിയിൽ വചനം പങ്കുവെക്കപ്പെടുന്നില്ല എങ്കിൽ മുഖ്യധാരയിൽ നിന്ന് പിന്തള്ളപ്പെടുകയും സ്വത്വബോധമുള്ളവർ, ഐഡൻറ്റിറ്റി ബോധമുള്ളവർ സമൂഹത്തെ സ്വാധീനിക്കും. അവർ സൃഷ്ടിക്കുന്ന പൊതുബോധത്തിനും രാഷ്ട്രീയ നിയമങ്ങൾക്കും അനുസരിച്ച് ജീവിക്കേണ്ടി വരും. വിലപിച്ചിട്ട് കാര്യമില്ല എന്നുള്ളതാണ്.